ഒരു മലയാള സിനിമ നേടുന്ന ഹയസ്റ്റ് കളക്ഷൻ. കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡായും ഒരു മലയാള സിനിമയുടെ ഹയസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷൻ. ഏറ്റവും വേഗത്തിൽ 100 കോടി നേടുന്ന മലയാള സിനിമ. 100 കോടി ക്ലബ്ബ്. കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം 5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ 6 സിനിമകൾ. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്തത്ര റെക്കോർഡുകൾ ആ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 3.5 കോടി ജനങ്ങൾ മാത്രം പാർക്കുന്ന കൊച്ചു കേരളത്തിലെ സിനിമാ ഇൻഡസ്ട്രിയിൽ റെക്കോർഡുകളുടെ പട്ടിക എടുത്താൽ ഒന്നാമൻ അയാൾ മാത്രമായിരിക്കും. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഹിറ്റെന്ന് എടുത്തു പറയാൻ നേര് മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. രജനീകാന്തിന്റെ ജയിലറിലെ ക്യാമിയോ റോളും ആഘോഷിക്കപ്പെട്ടു. എങ്കിലും അപ്പോഴെല്ലാം മോഹൻലാൽ എന്ന താരത്തിന്റെ പെർഫോമൻസും സ്റ്റാർഡവുമെല്ലാം എവിടെയോ മിസ്സിംഗ് ആയിരുന്നു. എമ്പുരാൻ എത്തുമ്പോൾ അതെല്ലാം തിരുത്തി പറയേണ്ടി വരുമെന്ന് മോഹൻലാൽ ആരാധകർ പ്രതീക്ഷിച്ചു. അതിനൊത്ത പ്രതികരണം തന്നെയായിരുന്നു ചിത്രത്തിന് ലഭിച്ചതും. മോഹൻലാലിന്റെ സ്റ്റാർഡം എന്താണെന്ന് എമ്പുരാൻ തെളിയിച്ചു. എന്നാൽ ആ പഴയ പെർഫോമറെ എമ്പുരാനിൽ അത്രമേൽ കാണാനാകുമായിരുന്നില്ല. അതിനുള്ള ഉത്തരമായിരുന്നു തരുൺ മൂർത്തിയുടെ തുടരും. ഓരോ നോട്ടവും എക്സ്പ്രഷൻസുമെല്ലാം കൊണ്ട് മലയാളിയെ കയ്യിലെടുത്ത ആ പഴയ മോഹൻലാലിനെ തരുൺ മൂർത്തി ഗംഭീരമായാണ് ഒപ്പിയെടുത്തത്. KR സുനിലിന്റെ കഥയിലെ ഷൺമുഖമായല്ലാതെ മോഹൻലാൽ എന്ന വ്യക്തിയെ ഒരിക്കൽ പോലും സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാനാകില്ല. ജെക്സ് ബിജോയുടെ BGMൽ ഓരോ സീനും അത്രമേൽ എലിവേറ്റ് ചെയ്യപ്പെട്ടു. പറഞ്ഞ പോലെ തന്നെ മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ഫാൻസിനെ തരുൺ മൂർത്തി ഉണർത്തി. പ്രേക്ഷക സ്വീകാര്യതയ്ക്കപ്പുറം കളക്ഷനിലും കുതിക്കുകയാണ് തുടരും. ആദ്യ ദിനം 5 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തുടരും നേടിയെന്നാണ് റിപ്പോർട്ട്. വേൾഡ് വൈഡായി ആദ്യ ദിനം 15 കോടിക്ക് മുകളിലും ചിത്രം കളക്ട് ചെയ്തു. വലിയ ഹൈപ്പോ പ്രമോഷനോ ഒന്നുമില്ലാതെ ഒരു നോൺ ഹോളിഡേയിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് ഇത്ര കളക്ഷൻ നേടാൻ സാധിക്കുന്നുവെങ്കിൽ മോഹൻലാൽ ഫാക്ടർ തന്നെയാണ് അതിന് കാരണം. 3ാം ദിനമായ ഞായറാഴ്ച 8 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ. 3 ദിവസം കൊണ്ട് 20 കോടിക്ക് മുകളിലാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയത്. 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡായ 50 കോടിയും കടന്നാണ് ചിത്രത്തിന്റെ കുതിപ്പ്. ഇതിനോടകം 70 കോടിക്കടുത്ത് ചിത്രം നേടിയെന്നാണ് വിവിധ ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. തിങ്കളാഴ്ച മാത്രം 4 കോടിക്ക് മുകളിൽ പ്രീസെയിലാണ് ചിത്രത്തിനുള്ളത്. ഒരു മാസത്തിന് മുൻപാണ് എമ്പുരാനിലൂടെ 250 കോടിക്ക് മുകളിൽ കളക്ഷൻ മോഹൻലാൽ നേടിയത്. തുടരുമിലൂടെ അത് വീണ്ടും ആവർത്തിക്കുകയാണ് അദ്ദേഹം. വീണ്ടും ഒരു 100 കോടി ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്രമേലാണ് തിയേറ്ററുകളിലെ തിരക്ക്. കുടുംബ പ്രേക്ഷകർ സിനിമയെ ഏറ്റെടുത്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യ ദിനം 272 ലേറ്റ് നൈറ്റ് ഷോകൾ ഉണ്ടായിരുന്നിടത്ത് കഴിഞ്ഞ ദിവസം അത് 340 ആയിരുന്നു. ചിത്രം 200 കോടി കടന്നാലും അത്ഭുതപ്പെടാനില്ല. 30 ദിവസത്തിനിടെ 2 സൂപ്പർ ഹിറ്റുകൾ. തുടരും കൂടെ 100 കോടി കടന്നാൽ മലയാള സിനിമയിലെ പുതിയ റെക്കോർഡാകുമത്. മോഹൻലാലിന്റെ 4ാമത്തെ 100 കോടി ചിത്രമാകും ഇത്. പുലിമുരുകനിലൂടെ മലയാളത്തിലെ ആദ്യ 100 കോടിക്ക് തുടക്കമിട്ടത് മോഹൻലാലാണ്. 2016-ൽ റിലീസായ പുലിമുരുകൻ വെറും 18 ദിവസം കൊണ്ട് 100 കോടിയിൽ എത്തിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. മലയാളത്തിൽ ഒരു സിനിമ നേടുന്ന ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ. വേഗത്തിൽ 25 കോടിയും 50 കോടിയും പിന്നിടുന്ന ചിത്രം. 100 കോടി ക്ലബ്ബിൽ ഇടം നേടുന്ന ആദ്യ മലയാള സിനിമ തുടങ്ങി പുലിമുരുകൻ സൃഷ്ടിച്ച നേട്ടങ്ങൾ അനവധിയായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം തൻ്റെ തന്നെ റെക്കോർഡുകൾ തിരുത്തിയും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചും അദ്ദേഹം മുന്നേറുകയാണ്. മലയാളത്തിൻ്റെ മോഹൻലാൽ എന്നും മോഹൻലാൽ വുഡ് എന്നും അടക്കമുള്ള വിളിപ്പേരുകൾക്ക് കാരണവും ഇതൊക്കെ തന്നെയാണ്.